നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഗവർണറുടെ നിലപാട് അപലപനീയം. മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ല. സർവകലാശാലകളിൽ താക്കോൽ സ്ഥാനങ്ങളിലുള്ള ഗവർണറുടെ കിങ്കരന്മാർ ദിനാചരണത്തിന് മുൻകൈയെടുത്തേക്കാമെന്നും മതേതര ജനാധിപത്യവാദികൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മന്ത്രി. തൃശൂരിൽ ഇരട്ട വോട്ടെന്ന ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് സുരേഷ് ഗോപി നേതൃത്വം നൽകിയെന്ന് മുൻ MP TN പ്രതാപൻ. സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും TN പ്രതാപൻ. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കർഷക മാർച്ച് സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അപ്രായോഗിക നിയമങ്ങൾക്കെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവരായി കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ മാറിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്ത് ജില്ലാതല ചർച്ച. 14 ജില്ലകളിലും ഈ ആഴ്ച ജനകീയ ചർച്ചകൾ നടക്കും. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാനതല പാഠപുസ്തക സമിതിക്ക് സമർപ്പിക്കും. ഒറ്റപ്പാലത്ത് വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് 100-ലധികം പേർ. വാർത്തകൾ വിശദമായി. വിഭജന ദിനം ആചരിക്കുന്നതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഗവർണറുടെ നിലപാട് അപലപനീയമാണെന്ന് ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സർവകലാശാലകളിൽ താക്കോൽ സ്ഥാനങ്ങളിലുള്ള ഗവർണറുടെ കിങ്കരന്മാർ ഓഗസ്റ്റ് 14 വിഭജന ദിനമായി ആചരിക്കാൻ മുൻകൈയെടുത്തേക്കാമെന്നും മന്ത്രി പറഞ്ഞു. നാടിന്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്നതാണ് ഗവർണറുടെ നടപടിയെന്ന് ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന കലാലയങ്ങളിലും സർവകലാശാലകളിലും വിദ്വേഷകരമായ നിലയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനാണ് ഇത്തരം ദിനാചരണം സഹായിക്കുക. വിഭജന ഭീകരത എന്ന വാക്കുകൊണ്ട് മതപരമായ സ്പർദ്ധയും വൈരാഗ്യവും വിദ്വേഷാത്മക അന്തരീക്ഷവും വളർത്തിയെടുക്കുക എന്നതാണ് ഗവർണറുടെ ലക്ഷ്യം. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും ആർ ബിന്ദു പറഞ്ഞു. എന്നാൽ ചാൻസലറുടെ കിങ്കരന്മാരായ താക്കോൽ സ്ഥാനങ്ങളിലുള്ളവർ വിഭജന ദിനം നടത്താൻ ആഹ്വാനം ചെയ്തേക്കാം. ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ളവർ അത്തരം പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുമെന്നും ആർ ബിന്ദു പറഞ്ഞു. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്തായ അതിൻ്റെ നാനാത്വം, അതിൻ്റെ സമൃദ്ധമായ വൈജാത്യങ്ങൾ അത് നിലനിന്നു പോകുകയും പരസ്പരം സൗഹാർദ്ദപരമായ സമാധാനപരമായ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സ്ഥിതിയും ഉണ്ടാകണം. നമ്മുടെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും മനസ്സിൽ സാമുദായിക സ്പർദ്ധ പടർത്തുന്ന നിലയിലും വർഗീയ വൈരാഗ്യം പടർത്തുന്ന നിലയിലുമുള്ള ആഹ്വാനങ്ങൾ തള്ളിക്കളയണമെന്നാണ് കലാലയ സമൂഹങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയത് നേരും നിറയുമില്ലാത്ത നടപടിയാണെന്നും ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. ഏത് മോശപ്പെട്ട മാർഗം ഉപയോഗിച്ചും അധികാരത്തിലെത്തിപ്പെടാൻ പരമാവധി ശ്രമം നടത്തുന്നതാണ് BJPയുടെയും സംഘപരിവാറിന്റെയും രീതിയെന്നും ആർ ബിന്ദു പറഞ്ഞു. ഏത് മോശപ്പെട്ട വഴിയിലൂടെയും സഞ്ചരിക്കാൻ BJPക്ക് കഴിയുമെന്ന് തൃശൂരിൽ തെളിഞ്ഞിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇരട്ട വോട്ടെന്ന ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് സുരേഷ് ഗോപി നേതൃത്വം നൽകിയെന്ന് മുൻ MP TN പ്രതാപൻ. സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ടുണ്ട്. ഇരട്ട വോട്ട് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും TN പ്രതാപൻ തൃശൂരിൽ പറഞ്ഞു. ഗൂഢാലോചനയിൽ സംഘപരിവാറിന്റെ ആളുകളെയും കുടുംബാംഗങ്ങളെയും സുരേഷ് ഗോപി ഉൾപ്പെടുത്തിയെന്ന് TN പ്രതാപൻ ആരോപിച്ചു. ഇരട്ട വോട്ടുകൾ സഹിതമുള്ള ക്രമക്കേടുകൾക്കെതിരെ കോടതിയിലും ഇലക്ഷൻ കമ്മീഷനിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇക്കാര്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് പരാതി നൽകിയത്. വരണാധികാരിയായ കളക്ടറുടെ കയ്യിൽ പ്രാഥമിക വിവരങ്ങൾ തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആപ്പുകൾ ഉപയോഗിച്ച് ഡാറ്റ പരിശോധന ആരംഭിച്ചു. ഈ പരിശോധനയുടെ ഭാഗമായി കൂടിയാണ് ക്രിമിനൽ കേസിലേക്ക് കടന്നത്. DCCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡാറ്റ പരിശോധനയുടെ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും TN പ്രതാപൻ പറഞ്ഞു. 6 മാസം ഇവിടെ താമസിച്ചിട്ടില്ല. 6 മാസത്തിന് ശേഷമാണെന്നാണ് വോട്ടർ പട്ടിക പേര് ചേർത്തത്. ഫൈനൽ വോട്ടർ പട്ടിക വന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് വോട്ടറായി വരുന്നത്. അതേ ഉൾപ്പെടെ 14 പേരുടെ കുടുംബാംഗങ്ങളുടെ പേര്.
11 കുടുംബാംഗങ്ങളുടെ പേര്. അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലമായിരുന്നു. വോട്ടർ തുടർച്ചയായി 6 മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം, വോട്ട് റദ്ദാക്കണം. ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അന്ന് ആ പരാതി വേണ്ട പോലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളത് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്കും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും ഞങ്ങൾ ഇതേ പരാതി തന്നെ നൽകുന്നുണ്ട്. ഒരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വോട്ട് ചേർത്തിയ ആളുടെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിൽ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടുണ്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അന്ന് ഇവിടെ കൊടുത്തത് വ്യാജ സത്യവാങ്മൂലം, ഇപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും വോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ടർ പട്ടികയിൽ പേര് എൻട്രി ചെയ്ത ആളെ വോട്ട് അസാധാക്കുന്നതോടുകൂടി ആളുടെ പാർലമെൻറ്റ് അംഗത്വം ഇല്ലാതായി മാറും. ഈ കാര്യത്തിൽ ഞങ്ങൾ ക്രിമിനൽ കേസിന് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത് പോലീസ് പരിശോധിച്ച് ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ നിയമപരമായി ഏതറ്റം വരെയും ഈ കേസിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. മാത്രമല്ല, ഈ ഒരുപാട് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് BJP നേതാക്കളുടെ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുള്ള നേതാക്കളുടെ മാത്രമല്ല വിവിധ മണ്ഡലങ്ങളിലുള്ളവരുടെ അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടൊരു നിയമ നടപടി സ്വീകരിക്കുമോ? നേരത്തെ തെരഞ്ഞെടുപ്പ് പോളിംഗിന് മുൻപ് തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർക്ക് മുഴുവൻ അറിയാം. ഇങ്ങനെ തൃശ്ശൂർ നഗരത്തിലെ വിവിധ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലും ഗുരുവായൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള ഫ്ലാറ്റ് സമുച്ചയമുള്ള സ്ഥലങ്ങളിലും ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മറ്റ് 5 അസംബ്ലി മണ്ഡലങ്ങളിൽ വിവിധ ഇടങ്ങളിലായി വ്യാജ വോട്ടുകൾ ചേർത്തിയത്, പലരുടെയും വീടുകളിൽ ചേർത്തിയത് ഞങ്ങൾ അന്ന് രേഖാമൂലം പരാതി നൽകി ജില്ലാ കളക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ വേണ്ടി. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വന്യജീവികളിൽ നിന്ന് രക്ഷ നൽകണമെന്നും സർക്കാരിൻ്റെ കർഷകദ്രോഹം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്വതന്ത്ര കർഷക സംഘം പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കളത്തിൽ അബ്ദുള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കാൻ ശക്തമായ ഫെൻസിംഗ് സംവിധാനം ആവശ്യമാണെന്ന് കളത്തിൽ അബ്ദുള്ള പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. കർഷകർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ജലരേഖയായി. ഒരു മതിൽ ആവശ്യമാണ്. ആ മതിൽ ഇന്ന് വരെ കെട്ടാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. പക്ഷെ ആനകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ വേഗം നമ്മുടെ മരം കൊണ്ടടിച്ച് ഈ വെയിലുകൾ തകർക്കുക. ഏതായാലും മനുഷ്യരെ സംബന്ധിച്ച് ഈ ആന പ്രശ്നം, അതുപോലെ തന്നെ മയിലിന്റെ പ്രശ്നം, അതോടൊപ്പം കുരങ്ങിന്റെ പ്രശ്നം, അങ്ങനെ ഓരോ പ്രശ്നങ്ങളായി നമ്മുടെ രാജ്യത്ത് മാറിയിരിക്കുക. പുലി വരുന്ന പ്രശ്നം, മണ്ണാർക്കാട് താലൂക്കിലൊക്കെ ഒൻപാറ പ്രദേശങ്ങളിൽ പുലിയാണ് പ്രശ്നം, അതുപോലെ നെല്ലിയാണ് പ്രശ്നം. ഇതൊക്കെ ഇറങ്ങി മനുഷ്യനെ കൊല്ലുകയാണ്. അതുകൊണ്ട് ഇത്തരം സമീപനങ്ങൾ നിർത്താൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് രക്ഷയുണ്ടാകുകയുള്ളൂ. കാർഷിക പെൻഷൻ 10,000 രൂപയാക്കണമെന്നും സ്വതന്ത്ര കർഷക സംഘടന ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് KT A ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. STU ജില്ലാ പ്രസിഡന്റ് MM ഹമീദ്, ജബ്ബാർ, S കുമാരൻ, PM മുജീബ് റഹ്മാൻ, AM സലീം, TA അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്ത് ജില്ലാതല ചർച്ച സംഘടിപ്പിച്ചു. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് 100-ലധികം പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പാഠപുസ്തകങ്ങളിലെ സിലബസുകളുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ചർച്ച പൂർത്തിയായതിന് പിന്നാലെയാണ് ജില്ലാതലങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 14 ജില്ലകളിലും ഈ ആഴ്ച കൊണ്ട് ജനകീയ ചർച്ചകൾ പൂർത്തീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം. പാലക്കാട് ജില്ലാതല ചർച്ച ഒറ്റപ്പാലം LSN ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. താരതമ്യേന സ്വാതന്ത്ര്യം വലിയ തോതിൽ കുറയുകയാണ്. സമയം, പഠിക്കുന്ന സമയം, രാവിലെ 9 to 4 എന്ന നിലയിലുള്ള സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. എന്നാൽ എന്താണ് അതിനുള്ള സാധ്യതകൾ? ഞാൻ പറയാം,
ഹയർ സെക്കൻഡറി മാത്രം. ഇപ്പോൾ നമുക്ക് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ മോശം അന്തരീക്ഷമുള്ള ട്രെയിൻ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ തയ്യാറല്ല. അവർ മറ്റെന്ത് സഹിച്ചാലും ശരി അതിനോട് തയ്യാറല്ല അഡ്വാൻറ്റായിട്ട് പറയുകയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ഹയർ സെക്കൻഡറി കുട്ടികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഫെസിലിറ്റി എത്രമാത്രം മികച്ചതാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ പറയുന്നത് സ്വാഭാവികമായി ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെയൊക്കെ ചുമതലയും ഉത്തരവാദിത്വമല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ ആദ്യഘട്ടത്തിൽ പരിഷ്കരിച്ചിരുന്നു. ഇതിന് തുടർച്ചയെന്ന നിലയിൽ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലും മാറ്റങ്ങൾ വരുത്തി. ഈ മാറ്റങ്ങൾ ഫലപ്രദമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥി പ്രതിനിധികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുടെയും അധ്യാപക സംഘടനാ പ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ തേടുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ മറികടക്കുന്നതിനും വേണ്ടിയായിരുന്നു ജനകീയ ചർച്ചയും ക്രോഡീകരണവും. 26 മേഖലകളിൽ ഊന്നി നിന്നുകൊണ്ട് പുതിയതായി കുട്ടികളിൽ എത്തുന്ന പാഠപുസ്തകങ്ങൾ എങ്ങനെയാകണമെന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചയാണ് നടന്നത്. ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ DJ സതീഷ് സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി അധ്യക്ഷയായി. SCERT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ് പദ്ധതിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. NCERT റിസർച്ച് ഓഫീസർ ഡോക്ടർ MT ശശി, സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ K. ജയപ്രകാശ്, LSN സ്കൂൾ പ്രിൻസിപ്പാൾ ആശ അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാതലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാനതല പാഠപുസ്തക സമിതിക്ക് മുന്നിൽ എത്തിക്കുക എന്നതും നടപ്പിലാക്കുക എന്നതുമാണ് ചർച്ചയിലൂടെ ലക്ഷ്യമിട്ടത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഉൽപാദകന് വില കിട്ടാതിരിക്കുകയും ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഇടനിലക്കാരെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവരായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറിയെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഹോട്ടൽ മേഖലയെക്കുറിച്ച് അറിയാത്ത ഉദ്യോഗസ്ഥർ അപ്രായോഗികവും അശാസ്ത്രീയവുമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടാണ് വ്യവസായം മുന്നോട്ട് പോകുന്നത്. ഉത്പാദകർക്ക് വില കിട്ടുകയും ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നൽകി വാങ്ങാനും കഴിയണമെങ്കിൽ വിപണിയിൽ സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ ആവശ്യമാണ്. ഹോട്ടലുകളിലെ മലിനജലം സംസ്കരിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ആവശ്യം. എന്നാൽ പിഴയിടാനായി നിയമനിർമ്മാണം നടത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും MLA പറഞ്ഞു. അപ്പുറത്ത് സമരപ്പന്തലിൽ പോയി സാധനം വാങ്ങി ഇപ്പുറത്ത് ഭക്ഷണം വെച്ചാൽ അവർക്കും വെച്ചാണ്, നിങ്ങൾക്കും വെച്ചാണ്, രണ്ടുപേരെ ആശ്രയിക്കുന്ന ഞങ്ങൾക്കും വെച്ചാണ്. ഇത് ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകൾക്ക് ലാഭമുണ്ടാക്കുന്ന മേഖലയായി ഇന്ത്യയിലെ കാർഷിക മേഖല മാറിയിരിക്കുന്നു എന്നുള്ള അപകടകരമായ സാഹചര്യം. ഇന്ന് ഇന്ത്യയുടെ കാർഷിക മേഖലയെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ബിഗ് ഷോട്ട്സ് ആണ്. ഈ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ ഒന്നേതാണ്. ഒന്ന് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം. ഈ അടുത്ത കാലത്ത് വിജയിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ ഒന്ന് കർഷക സമരം. ആ കർഷക സമരത്തെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന കർഷക സമൂഹം ഒന്നായി, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് സ്വാധീനമുള്ള ഭരണ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രയേറെ കർഷകർ ഒഴുകി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തുമ്പോൾ അവരെ വരവേൽക്കുവാൻ വേണ്ടി വഴി നിറയെ ആണി നിറച്ച പ്രതിരോധ മാർഗങ്ങളും ആ ആണിയെ ഭേദിച്ച് ബാരിക്കേഡുകളെ ഭേദിച്ചെത്തുന്ന ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യവുമാണുള്ളത് എങ്കിൽ ഒന്നാലോചിച്ചു നോക്കൂ. ഈ രാജ്യത്തെ കാർഷിക മേഖലയാകെ കാർന്നു തിന്നുന്ന ബിഗ് ഷോട്ട്സിന് പൊല്യൂഷൻ ബോർഡിൻ്റെ അശാസ്ത്രീയ നിയമങ്ങൾ പിൻവലിക്കുക, നിയമപരമല്ലാത്ത തട്ടുകടകളെ നിയന്ത്രിക്കുക, വൈദ്യുതി ചാർജ് വെള്ളക്കരം പിൻവലിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KHRA പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് C. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഫൈസൽ റഹ്മാൻ, ട്രഷറർ സുബൈർ, മുഹമ്മദ് റാഫി, ഫിറോസ് ബാബു, ചിന്മയാനന്ദൻ, ഗോപിനാഥ്, KB ഷഫീർ, സദാശിവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
KSSPU പാലക്കാട് റൂറൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളിയിൽ ബ്ലോക്ക് തല പ്രകടനവും ധർണയും നടത്തി. 13 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പെൻഷൻകാരുടെ ധർണ. KSSPU പാലക്കാട് റൂറൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറളി ചെക്ക് പോസ്റ്റിൽ നിന്നും പ്രകടനമായാണ് ധർണയ്ക്കെത്തിയത്. ജൂലൈ മാസം മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കുക, 1 മാസത്തെ പെൻഷന് തുല്യമായ തുക ഉത്സവത്തയായി അനുവദിക്കുക തുടങ്ങിയ 13 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ശക്തി പ്രകടനത്തിലൂടെ അല്ലെങ്കിൽ ശക്തമായ ഇടപെടലിലൂടെ നേടിയെടുക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുതിയവ നേടിയെടുക്കുന്നതിനപ്പുറം നിലവിലുള്ളത് നിലനിർത്താൻ തന്നെ വലിയ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാനം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള നിരവധി പ്രതിസന്ധികളും അതൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. 2018-19 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രളയം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കോവിഡ്. KSSPU ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ബാലൻ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K രാധാദേവി, P കൃഷ്ണൻകുട്ടി, P സത്യഭാമ, MC വാസുദേവൻ, PR രാജേശ്വരി, M കാസിം തുടങ്ങിയവർ സംസാരിച്ചു. P കൃഷ്ണദാസ് സ്വാഗതവും CA മുരളീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചേലക്കരയിൽ പെൻഷനേഴ്സ് യൂണിയൻ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം VK ആരിഫാബി ധർണ ഉദ്ഘാടനം ചെയ്തു. തൻ്റെ യൗവനകാലം മുഴുവനും ഈ നാടിനു വേണ്ടി സമർപ്പിച്ചവർ തന്നെയാണ് ഈ ഇരിക്കുന്ന എല്ലാ പെൻഷൻകാരും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനുള്ള ഈ അവകാശം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഞങ്ങളുടെ അവകാശം തന്നെയാണ്. പെൻഷൻ എന്ന് പറയുന്നത് ഒരു അവകാശം തന്നെയാണെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ആരുടെയും ഔദാര്യമല്ല. KSSPU പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് K വിജയരാഘവ പണിക്കർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം K ഗോപിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ P പരമേശ്വരൻ, KC ഉണ്ണി, TU പ്രസന്ന, S രാമചന്ദ്രൻ, AT ജോർജ്, V ചന്ദ്രൻ, SM ഷാഫർ, PK വേണുഗോപാലൻ, KJ ബേബി, VP ജാനകി തുടങ്ങിയവർ പ്രസംഗിച്ചു. പഴയന്നൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഗോവിന്ദൻകുട്ടി സ്വാഗതവും സെക്രട്ടറി ലത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം ബ്ലോക്ക് തല ധർണ ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. K പ്രേംകുമാർ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സംഘടിക്കാനും സംഘടന രൂപീകരിക്കാനും പ്രക്ഷോഭ സമരങ്ങൾ നടത്താനും ഒക്കെ നമുക്ക് കഴിയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അതിനെല്ലാം അനുവദിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ലോകത്ത് വേറെ കുറേ രാജ്യങ്ങളുണ്ട്, ഇന്ത്യ മാത്രമല്ല, നമുക്കൊക്കെ അറിയാം. ലോകത്തിലെ പല രാജ്യങ്ങളിലും സർക്കാരുകളുടെ നയങ്ങൾക്കെതിരായി സംഘടന രൂപീകരിക്കാനോ പ്രവർത്തിക്കാനോ സമരം ചെയ്യാനോ ഒന്നും അതാത് രാജ്യങ്ങളിൽ അവരുടെ ഭരണഘടന അനുവദിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഈ സവിശേഷതയാണ്, ഈ പ്രത്യേകതയാണ് തിരുവായിക്ക് എതിർവായില്ലാത്ത ഒരു സമൂഹമാക്കി നാടാക്കി മാറ്റുക എന്നുള്ളതല്ല, ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹമാക്കുക എന്ന നിലപാട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകാലത്ത് സ്വീകരിച്ചതിന്റെ തുടർച്ചയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വന്നത് എന്നതുകൊണ്ടാണ് ഈ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുന്നത്. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് P വാസുദേവനുണ്ണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് K സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി, ട്രഷറർ P കൃഷ്ണൻകുട്ടി, KJ പുരുഷോത്തമൻ മാസ്റ്റർ, KK ഗൗരി ടീച്ചർ, K രത്നമ്മ, T ചാമി, V ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഓട്ടിസം ബാധിതനായ ബാലനും അമ്മയ്ക്കും LED ബൾബ് നിർമ്മാണ യൂണിറ്റ് നൽകി. വാണിയംകുളം പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ്
പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അവരെ കരകയറ്റുന്നതിന് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി അവരെ ചേർത്ത് പിടിക്കാൻ ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ബന്ധപ്പെട്ട സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകൾ വരുന്നുണ്ട്, ആരോഗ്യ മേഖലയിൽ വരുന്നുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ട്. ആ രീതിയിലൊക്കെ തന്നെ ഇവർ ഭിന്നശേഷിക്കാരായ ആളുകളെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, സമൂഹത്തിനൊപ്പം അവരെ കൈപിടിച്ച് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായുള്ള പദ്ധതികൾ പരിപാടികൾ എല്ലാം തന്നെ ആസൂത്രണം ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തരംതിരിവില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എങ്കിലും നേരത്തെ മധു പറഞ്ഞ മാതിരി നമ്മൾ സൂക്ഷ്മമായ കാര്യങ്ങൾ അങ്ങനെ നിരീക്ഷിക്കുന്നു. ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ സുനിത BV പദ്ധതി വിശദീകരിച്ചു. കെ പ്രേംകുമാർ MLA, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു, പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ, VP പ്രകാശൻ, IEEE കോർഡിനേറ്റർ കെ മധുകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പുനെ തിലക് മഹാരാഷ്ട്ര സർവകലാശാല സംസ്കൃത ദിനത്തിൽ നൽകുന്ന ലോകമാന്യ തിലക് സംസ്കൃത പുരസ്കാരം പരുത്തിപ്പുറ സ്വദേശി റിട്ടയർഡ് പ്രൊഫസർ CM നീലകണ്ഠൻ ഏറ്റുവാങ്ങി. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗീതാഞ്ജലി പുരസ്കാരം കൈമാറി. 25,000 രൂപയും ലോകമാന്യ ബാലഗംഗാധര തിലകൻ്റെ ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ CM നീലകണ്ഠൻ സാഹിത്യ ഗവേഷണ പഠന രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഇപ്പോഴും. മങ്കരം മുണ്ടേക്കാവിൽ രാമായണ മാസാചരണ പരിപാടികൾ ഭക്തി നിർഭരം. ചൊവ്വാഴ്ച രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവയുണ്ടായി. തുടർന്ന് ഉച്ചപൂജയും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി സുരേഷ് ഭദ്രദീപം കൊളുത്തി പൂജകൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രത്തിൽ നിത്യേന രാവിലെ 8 മുതൽ 9 വരെ രാമായണ പാരായണം നടത്തിവരുന്നുണ്ട്. ശ്യാംസുന്ദർ നഗരിപ്പുറമാണ് നേതൃത്വം നൽകുന്നത്. ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. 16-നാണ് രാമായണ പാരായണത്തിന് സമാപനമാവുക. അന്നേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണമുണ്ടാകുമെന്ന് മേൽശാന്തി സുരേഷ് അറിയിച്ചു. മോഹൻദാസ് വരദം, MA മോഹൻദാസ്, രാധാകൃഷ്ണൻ കല്ലിങ്ങൽ, സുരേഷ് ബാബു, അർജുനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർക്കിടക മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി പാടിൻ്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, ശേഷം നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, തുടർന്ന് ഉച്ചപൂജ എന്നിവ ക്ഷേത്രത്തിൽ നടന്നു. കർക്കിടക മാസത്തിലെ രാമായണ മാസത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക പൂജകളാണ് ഇന്ന് ഇവിടെ ക്ഷേത്രത്തിലുണ്ടായത്. അതുപോലെ തന്നെ കർക്കിടക മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്നു വരുന്ന രാമായണ പാരായണം കർക്കിടക മാസം 31 ഓഗസ്റ്റ് മാസം 16-ാം തീയതി രാവിലെ 7 മണിക്ക് തുടങ്ങി 9 മണിക്ക് സമ്പൂർണ്ണ രാമായണ പാരായണത്തോടുകൂടി പര്യവസാനിക്കുന്നതാണ്. തുടർന്ന് പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഗവർണറുടെ നിലപാട് അപലപനീയം. മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ല. സർവകലാശാലകളിൽ താക്കോൽ സ്ഥാനങ്ങളിലുള്ള ഗവർണറുടെ കിങ്കരന്മാർ ദിനാചരണത്തിന് മുൻകൈയെടുത്തേക്കാമെന്നും മതേതര ജനാധിപത്യവാദികൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മന്ത്രി. തൃശൂരിൽ ഇരട്ട വോട്ടെന്ന ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് സുരേഷ് ഗോപി നേതൃത്വം നൽകിയെന്ന് മുൻ MP TN പ്രതാപൻ. സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും TN പ്രതാപൻ. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കർഷക മാർച്ച് സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അപ്രായോഗിക നിയമങ്ങൾക്കെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവരായി കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ മാറിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA.
ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്ത് ജില്ലാതല ചർച്ച. 14 ജില്ലകളിലും ഈ ആഴ്ച ജനകീയ ചർച്ചകൾ നടക്കും. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാനതല പാഠപുസ്തക സമിതിക്ക് സമർപ്പിക്കും. ഒറ്റപ്പാലത്ത് വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് 100-ലധികം പേർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.